പറ്റി മോട്ടു? ഭക്ഷണത്തിന് മുമ്പേ ഈ ആപ്പിൾ ഒന്ന് കഴിക്കട്ടെ. പൊളിച്ചെടുത്തല്ലോ. കഴിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാ എന്താ അർത്ഥം? ഇപ്പൊ നിങ്ങൾ ആഹാരം കഴിക്കാൻ പോവല്ലേ? അത് പിന്നെ ഓരോ ഡിഷും ഞാൻ ടേസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ. എനിക്കതിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടോ അതൊക്കെ വാങ്ങിച്ച് ഞാൻ കഴിക്കും. എന്താ ഇത്? എന്നെ കഴിക്കരുത്, എന്നെ കഴിക്കരുത് പ്ലീസ്. ഇങ്ങോട്ട് വന്നേ. യെസ് സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എടോ സഹായം ഇപ്പൊ തനിക്കായിരിക്കും വേണ്ടി വരിക. കണ്ടില്ലേ ആപ്പിളിനകത്ത് പുഴു. പൊളിച്ചെടുത്തല്ലോ. ആപ്പിളിനകത്ത് പുഴുവോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം. ജനങ്ങളെല്ലാരും അറിയട്ടെ എങ്ങനത്തെ പഴം നിങ്ങൾ കഴിക്കാൻ ഇവിടെ വെക്കുന്നതാണ്. എക്സ്ക്യൂസ് മീ സർ, പ്ലീസ് സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്യരുത്. നിങ്ങളൊന്നും ഒന്ന് മാനേജറിനോട് സംസാരിക്കുന്നേ. ഹലോ സർ, ഐ എം സോ സോറി. ഞാനിപ്പോ ഫ്രൂട്ട് ചേഞ്ച് ചെയ്ത് തരാം. വില്ലിന്ന് പാഞ്ഞു വന്ന അമ്പ തിരിച്ച് വില്ലിലേക്ക് പോവില്ല. അതുപോലെ ഞങ്ങളുടെ വയറ്റാത്ത് പോയ പുഴു തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഞങ്ങൾ എത്ര പഴങ്ങളപ്പ കഴിച്ചിരിക്കുന്നത്. എത്ര പുഴു ഞങ്ങളുടെ വയറ്റിനകത്ത് ഇപ്പൊ പോയിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൂ, ഫേസ്ബുക്കിൽ ഇടൂ. അല്ല സർ, ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞതല്ലേ. പിന്നെന്തിനാ നെറ്റിലിടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കണ? ചേട്ടാ എന്റെ ചങ്ക ബ്രോ, വിഷമിക്കല്ലേ. നെറ്റിലിടണമെങ്കിൽ നമ്മൾ അതിനെ ആദ്യം ഫോട്ടോ എടുക്കണം. വേഗം ഫോട്ടോ എടുക്ക്. ഇനിയിപ്പോ നെറ്റിൽ എന്തിടും നിങ്ങള്? ഫ്രൂട്ടും പുഴുവും ഒക്കെ എന്റെ കയ്യിലല്ലേ ഇപ്പൊ ഉള്ളത്. വേഗം പുറകെ ഓട്, വിടരുത് അവനെ. വേഗം ഞാനിപ്പോ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നീ തന്ന പഴത്തിൽ പുഴു ഉണ്ടായിരുന്നു. അതെ, പുഴു 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 പുഴു. പിടിക്കവനെ. എന്റെ മോട്ടു, നീ എന്തിനാ ടേബിളും തലയിൽ വെച്ചോണ്ട് ഓടുന്നത്? മാനേജറ് ടേബിളിന്റെ അടിയിലല്ലേ വീണ് കിടന്നത്. അതുകൊണ്ടാണ് ഞാൻ ടേബിൾ എടുത്തോണ്ട് ഓടുന്നത്. അതെ സോറി പത്തിലു. ഓടുന്നതിന്റെ തിരക്കിൽ ഞാൻ ഇതങ്ങ് മറന്നുപോയി. നമുക്ക് മാനേജറിനെ പിടിക്കണം അല്ലേ? ടേബിൾ കളഞ്ഞു. മാനേജറെ, നീ എത്ര ദൂരം വെച്ച് അങ്ങനെ ഓടുക? അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഐഡിയ. എവിടേക്കാ നീ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്? ഓ, പെട്ടുപോയി. എന്ത് ചെയ്യും ഇനി? ഇത് നോക്കൂ മോട്ടു സാർ, ആ ഭാഗത്ത് കസീട്ടയും ചട്കയാണ്. അതുകൊണ്ട് ഞാൻ ഈ വഴി അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടോട്ടെ. എന്നാ ചെല്ലേ വേഗം. ഓക്കെ, താങ്ക് യു. എന്ത്? എന്റെ മോട്ടു, നീ എന്ത് പണിയായി കാണിച്ചത്? മാനേജറിനെ പിടിക്കാനല്ലേ നമ്മൾ ഓടിയത്, വിടാനല്ലല്ലോ. നീ എന്തിനാ അവനെ വിട്ടത്? അതെ, അവൻ എന്നോട് സ്നേഹത്തോട് ചോദിച്ചപ്പോ എന്നോട് സമ്മതിച്ചു പോയതാണ്. സോറി. പിടിക്കടാ അവനെ. എന്റെ മാഷെ, ഞാൻ മാനേജറാണോ കള്ളനാണോ ഒന്നും മനസ്സിലാവണില്ല. എന്നെ കഴിക്കരുത്, എന്നെ ആരും കഴിക്കരുത്. എന്റെ കുട്ടികൾ വഴിയാധാരമാകും. ഡോണ്ട് വറി. ഞാൻ നിന്നെ കഴിക്കൂല, നിന്നെ തല്ലുകയില്ല. ആദ്യം ഞാൻ നിന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഇവനിട്ട് കൊടുത്തോളാം ഞാൻ. നെറ്റിൽ ഈ ഫോട്ടോ ഇട്ടാലുണ്ടല്ലോ, ഈ ഹോട്ടലുകാരുടെ തെണ്ടിത്തരം മുഴുവനും പുറത്തു വരും. ഒരു മിനിറ്റ്.
എന്ത് അവിടെ നിക്ക്, അതിങ്ങോട്ട് തരാനാ പറഞ്ഞത്. എന്റെ അമ്മോ, ഇത്രയും ഉയരത്തിന് വീണ് കഴിഞ്ഞാൽ അവന്മാരെ പൊടി പോലും നമുക്ക് കിട്ടില്ല. എന്റെ അമ്മോ, ഇവിടേക്കാ വരുന്നത്. നമ്മളിപ്പോ ചമ്മന്തി ആയല്ലോ. പത്തലു വേഗത്തില് ഫോട്ടോ എടുക്ക്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോട്ടു സാർ, എനിക്ക് ആപ്പിളും തന്നെ. അതിന്റെ കൂടെ എന്റെ ഫോട്ടോ ഒന്ന് വരണം അല്ലേ? ഈ ഹോട്ടലിലെ മാനേജർ ഞാനല്ലേ? യെസ് യെസ് യെസ്, ഇന്ന ഏപ്പിൾ വാങ്ങിച്ചോ. ദേ ഞാൻ ഫോട്ടോ എടുക്കാം കേട്ടോ. എവിടെ പോയി? സോറി. ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കില്ല അല്ലേ? ആദ്യമായിട്ട് എന്നെ ഒരാൾ ഫോട്ടോ എടുക്കാൻ വന്നത്. എന്റെ മോട്ടു, നീ എന്തിനാ ആപ്പിള് വീണ്ടും അവന്റെ കയ്യിൽ കൊടുത്തത്? നമ്മളൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ. ആ മാനേജർ അതിന് ഡസ്റ്റ്ബിന്നിൽ ഇടാനുള്ള പരിപാടിയാ. വേഗം വാ. എനിക്ക് തോന്നുന്നു ആരുടെയോ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നോ? ദേ അവിടെ ഉണ്ട് മാനേജർ. ഓടിക്കോ. പത്തലു, ആ മാനേജർ ടെറസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വരൂ, എല്ലാവരും വരൂ. വേഗം വാ. പിടിക്കവനെ. എടോ മാനേജറെ, മര്യാദക്ക് ആപ്പിൾ തരാനാ പറഞ്ഞത്. പറ്റില്ല. ആപ്പിളിങ് താ. ആപ്പിൾ താടോ മാനേജറെ. ഞാൻ തരില്ല. അത് ശരി, ഇനി ജനങ്ങൾ ഏതായാലും ഫോട്ടോ എടുക്കാൻ വരുമ്പോ ഒരു നിമിഷം ഇങ്ങനെ ഇരുന്നിട്ട് ഇനി ഫോട്ടോ എടുക്ക്. പത്തലു, നിനക്ക് എവിടെയെങ്കിലും ചൂടാവുന്നത് പോലെ തോന്നുന്നുണ്ടോ? അതേ മോട്ടു, എനിക്കും നല്ല ചൂട് തോന്നുന്നുണ്ട്. പത്തലു, ആ മാനേജർ നമ്മുടെ അടുപ്പിലിരുത്തിയേച്ച് പോയിരിക്കുക. ഞാൻ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളാം. മോട്ടു, നീ ഫോട്ടോ എടുക്ക്. ഞാൻ ഈ മാനേജറിനെ ഇവിടെ പിടിച്ചു നിർത്തിക്കോളാം. ചിങ്കം സാർ ഇങ്ങോട്ട് വരൂ. ഇയാളെ പിടിച്ചോളൂ. മാനേജർ നമ്മുടെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. പിടിച്ചോളൂ സാറേ. ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, അറിയാമല്ലോ. തനിക്ക് താനെ വെടിവെച്ച പോലെയുണ്ടല്ലോ ചിങ്കം സാർ. ചിങ്കം സാർ മാനേജറിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇപ്പൊ താനെ മയങ്ങി വീണു. അതെ. മോട്ടു, നമുക്ക് ഈ പുഴുവിന് വെച്ച് നല്ല ഫോട്ടോകൾ എടുക്കാന്നേ. ഫോട്ടോ മാത്രം പോരാ, വേഗം വീഡിയോയും എടുത്തോളൂ. അത് വേഗം സോഷ്യൽ മീഡിയയില് പോസ്റ്റ് ചെയ്തേക്ക്. വേണ്ട, ഇന്റർനെറ്റിൽ ഇടരുത്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഹോട്ടലിന്റെ പേര് നശിച്ചു പോകും. ഐ എം സോ സോറി. ഇനിയിപ്പോ നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങളുടെ മുഴുവൻ ഫാമിലിക്ക് ഇന്ന് ഇവിടെ ഫ്രീ ഡിന്നർ. ഫുൾ ഫാമിലിക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ഡിന്നർ. മുഴുവൻ ഫാമിലിക്കും ഫ്രീ ഡിന്നറോ? അത് നോട്ട് എ ബാഡ് ഐഡിയ. ഗുഡ് ഐഡിയ ആണല്ലോ. പക്ഷെ ഒന്ന് ഓർത്തോളൂ, ഇനി ഒരിക്കലും ഈ പുഴുവുള്ള ഭക്ഷണം ഞങ്ങൾക്ക് തരില്ലല്ലോ അല്ലേ? ഞാൻ വാക്ക് തരുന്നു, നല്ല ഫ്രൂട്ട്സേ തരൂ. വരൂ വരൂ മോട്ടു പത്തലുമാരെ. നിങ്ങളുടെ ഫാമിലി വന്നോ അതോ നിങ്ങൾ മാത്രമേ ഉള്ളോ? അതെ, ഫാമിലി ഡിന്നറാന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ തന്നാ പിന്നെ ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ? സഹോദരി സഹോദരന്മാരെ, കയറി വരൂ. അല്ല, ഇതെന്താ ഇതൊക്കെ? നിങ്ങളുടെ എത്ര വലിയ ഫാമിലിയാ നിങ്ങളുടെ? പുറത്തോട്ട് ഇറങ്ങി ഒന്ന് നോക്ക് സാറേ. ഇത് നിങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളോ അതോ മൊത്തം ഡിസ്ട്രിക്റ്റിലെ ഫാമിലിയാണോ? വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ മുഴുവനും നമ്മുടെയൊക്കെ ഫാമിലി അല്ലേ മാനേജർ സാറേ? ഞാനാണ് ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരെയും വിളിച്ചത്. വി ആർ വൺ, ഒരു ഫാമിലി.
ഇതിന് പകരം നിങ്ങൾ എന്നെ ജയിലിൽ അയക്കുന്നതായിരുന്നു നല്ലത്. ഇത്രയും ആൾക്കാർക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊടുത്ത് എന്റെ ഹോട്ടൽ അടച്ചു പൂട്ടി പോവും. നിങ്ങൾ എനിക്ക് നല്ലൊരു പാഠമാ പഠിപ്പിച്ചു തന്നെ. ഇനി ഒരിക്കലും ഇത് ഇവിടെ ഇങ്ങനെ സംഭവിക്കില്ല. എന്റെ അമ്മോ, ഇപ്പോഴാണ് വെള്ളപ്പന്നി നമ്മുടെ വഴിക്ക് വന്നിരിക്കുന്നത്. യാ. വെള്ളപ്പന്നിയോ? വെള്ളപ്പന്നി എവിടെ? എന്റെ മോട്ടു അത് പഴഞ്ചൊല്ലാണ്. ആ, അല്ല, ഇനി എന്തിനാ നീ വിഷമിക്കുന്നത്? നിന്നെ ആരും ഇനി കഴിക്കില്ല കേട്ടോ. ആ ഫോട്ടോ വഴി ഒരു നല്ല പ്രശസ്തനാവാൻ ഇരുന്നതാ. നീ ഒന്ന് ക്ഷമിക്കേ, ഇപ്പൊ തന്നെ നിന്റെ ഫോട്ടോ എടുത്തു തരാം. പത്തലു, ലൈറ്റ് ഓൺ ചെയ്യേ. മിസ്റ്റർ പുഴു, ആക്ഷൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.